നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഭാഗം 57. ഇത് എ ബി പറഞ്ഞിട്ട് 2 എപ്പിസോഡ് ഞാൻ പറയും. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു ഫോണ് വന്നിട്ട് എയ്റോപ്ലെയിൻ മോഡിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ വണ്ടി വന്നത്. എന്തോട്ടെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 57B എന്ന് പറയും. ഇതിൻ്റെ മുമ്പേ കുറച്ച് സമയം പറഞ്ഞത് 57A എന്നായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗണേശനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഗണേശൻ എന്ന് പറഞ്ഞാൽ ആനയല്ല, ആനയുടെ തല മാത്രമേ ഉള്ളൂ എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ പറയുണ്ടായി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു തരുന്നത്? തേത്വം എന്ന് പറഞ്ഞാൽ ഗജഭാവത്തെ എന്നുള്ള അർത്ഥം പറഞ്ഞു. നയിച്ചവൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രാപിച്ചവൻ എന്നാണ്. തേനൻ എന്ന് പറഞ്ഞാൽ ഗണപതി എന്നർത്ഥം. ഗണപതി ധ്യാനത്താൽ ശോകാദി 3 ദോഷങ്ങൾ ഏതുപോലെ ഇല്ലാതാവുമെന്ന് കാണിപ്പാൻ ഉദാഹരണം പറയണു. തേജോവാരിമൃതാം യഥാവിനിമയ മൃഷ, അഗ്നി ജലം മണ്ണ് എന്ന മൂന്നും ഏത് വിധം ഒന്നിൽ മറ്റൊന്നില്ലാതെ ശുദ്ധമായിരിക്കുന്നുവോ. അതായത് വെള്ളവും മണ്ണും നമ്മൾ കലക്കിയാലേ കലങ്ങുള്ളൂ. അല്ലെങ്കിൽ മണ്ണുകൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ജലം എപ്പോഴും നിർമ്മലാവസ്ഥ പ്രാപിച്ചിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മണ്ണുകൂടെ ഒലിക്കുമ്പോൾ അതിന് ഒരു ഫിൽട്ടർ എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി അതേമാതിരി തന്നെ അഗ്നിനെ മണ്ണിൽ വെച്ചാൽ മണ്ണിനൊന്നും ബാധിക്കണില്ല. പക്ഷേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ അഗ്നിയിൽ വെച്ച് ചുട്ടെടുത്താൽ അതിന് ബലം കൂടുന്നുണ്ട്. ഇനി അപ്പോൾ അഗ്നി ജലം മണ്ണ് എന്ന 3 ഏത് വിധം ഒന്നിൽ മറ്റൊന്നില്ലാതെ ശുദ്ധമായിരിക്കുന്നുവോ. ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സത്യമല്ലയോ. അതുപോലെ ധ്യാനം കൊണ്ട് ശുദ്ധമായ ചിത്തത്തിൽ ശോകാദിവൃത്തികൾ ബാധിക്കാതെ ഇരിക്കുന്നതിനാൽ കവിത്വം. ശോകം മോഹം വിഘ്നത്തിനെ ഒഴിവാക്കാൻ എന്ത് വേണം? ധ്യാനിക്കണം. എന്തിനെ ധ്യാനിക്കണത്? ഈശ്വരനെ. ആ ഈശ്വരൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെ കർമ്മമണ്ഡലത്തിൽ വ്യാപിപ്പിക്കാതെ കണ്ട് എങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കുക? ഈശ്വരവചനങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ഈശ്വരനെ ധ്യാനിച്ചിട്ട് ഫലം കിട്ടില്ലല്ലോ. അതാണല്ലോ ഇപ്പോൾ സത്യത്തിൽ നമുക്ക് നടക്കുന്നത്. ശബരിമലയ്ക്ക് എത്രയോ പ്രാവശ്യം പോണു. ഒരു വർഷത്തിൽ 12 പ്രാവശ്യം പോണ ആൾക്കാരുണ്ട്. പക്ഷെ ശബരിഗിരീശൻ ആരാന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. നീ തേടുന്നവൻ ആരാ? അത് നീ തന്നെയാണെന്ന് ഒരിക്കലും മനസ്സിലാക്കിയാൽ പോരെ. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലാണ്. ബ്രഹ്മം എൻ്റെ ഉള്ളിലാണ്, ഈശ്വരൻ എൻ്റെ ഉള്ളിലാണ് എന്ന സത്യവസ്തുവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ ഇത് വലിയൊരു സബ്ജക്റ്റാണ്, നല്ലൊരു സബ്ജക്റ്റാണ്. ആ നല്ല സബ്ജക്റ്റിനെ നമ്മൾ വൈകൃതമാക്കുക ചെയ്യണത്. അതുകൊണ്ട് ശുദ്ധമായ ചിത്തത്തിൽ ശോകാതിവൃത്തികൾ ബാധിക്കല്ല. അപ്പോൾ നമ്മുടെ ചിത്തം ആരുടെയിലുള്ളത്? എൻ്റെ ചിത്തം എൻ്റെ ഉള്ളിലാണ്, നിങ്ങളുടെ ചിത്തം നിങ്ങളുടെ ഉള്ളിലാണ്. ആ ചിത്തത്തെ ശുദ്ധമാക്കി വയ്ക്കാൻ എന്ത് വേണം? സംശുദ്ധമായ ഈശ്വരവചനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അതിന് നമ്മൾ അമ്പലത്തിൽ പൂജാരിക്ക് ദക്ഷിണ കൊടുത്തുകൊണ്ടോ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ തല മുട്ടിയത് കൊണ്ടോ ആയില്ല. അത് ബാലപാഠത്തിൽ അങ്ങനെ ഉണ്ട്. തുടക്കത്തിൽ ഈശ്വരാരാധന അങ്ങനെ മതി. അറിവും ബോധവും വന്നാൽ 80 വയസ്സാളും അറിവും ബോധവും തരണേ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നിങ്ങൾ ഇതുവരെ അറിവും ബോധവും പ്രാപിച്ചിട്ടില്ല എന്നർത്ഥമായി. അറിവും ബോധവും ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് സ്വന്തം അച്ഛനമ്മയാണ്, അല്ലെങ്കിൽ ഗുരുനാഥനാണ്. ആ ഗുരുനാഥൻ, മലയാളം പഠിപ്പിക്കുന്ന ഗുരുനാഥൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെ ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ BJP ആണ്, ഞാൻ CPM ആണെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഞാനിത് പഠിപ്പിക്കില്ല, ഇത് പറയരുത്. അതാത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കണില്ല. അപ്പോൾ ഇവിടെ ചിത്തത്തിൽ ശോകാതിവൃത്തികൾ ബാധിക്കാതെ ഇരിക്കുന്നതിനാൽ കവിത്വം ആ ചിത്തത്തിൽ ഉദിക്കും. അപ്പോൾ കള്ളു കുടിച്ചിട്ട് കഥ എഴുതുന്നവർ കവികളല്ല, ചിത്തശുദ്ധിയില്ല അവർക്ക്. ഇപ്പം താടിയും തലയും വളർത്തി
ഒരു ബാഗും തൂക്കി കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് വീട് വിട്ട് അനാഥപ്രേതം പോലെ അലഞ്ഞാലേ കവിയാവുള്ളൂ. എവിടെയെങ്കിലും ക്വാർട്ടേഴ്സ് താമസിക്കുക അല്ലെങ്കിൽ ലോഡ്ജ് താമസിക്കുക, അത് കവിയാവാനുള്ളതല്ല. ചിലപ്പോൾ കവിയായി എന്ന് വരും ചെയ്യും. അതായത് കുരങ്ങൻ്റെ സ്വഭാവം വരും അവർക്ക്. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, സത്യം പറഞ്ഞത് മാത്രം. അതുകൊണ്ട് സേനധാംന നിരസ്ത ഗുഹം സത്യം പരം ധീമഹി, ഒരു ശ്ലോകമാണ് അന്വയിക്കുന്നത് കേട്ടോ, അത് മറക്കണ്ട. സ്വന്തം തേജസ്സിനാൽ ശോകമോഹാദി ദോഷങ്ങളെ നിവാരണം ചെയ്യുന്ന ശ്രീ ഗണേശനെ, അത് ശ്രദ്ധിക്കുക. സേന ധാംന നിരസ്ത ഗുഹം സത്യം പറഞ്ഞ് സ്വന്തം തേജസ്സിനാൽ ശോകമോഹാദി ദോഷങ്ങളെ നിവാരണം ചെയ്യുന്ന ഗണേശനെ. അപ്പോൾ ഗണേശായ നമ എന്ന് പറഞ്ഞത് എന്തിനാ? ശ്രീ ഗണേശായ നമ, അല്ലെങ്കിൽ ഗണേശൻ്റെ മൂലശ്ലോകം ഒക്കെ നമ്മൾ ധ്യാന ശ്ലോകമൊക്കെ നമ്മൾ ചൊല്ലണം. എന്നിട്ട് നമ്മൾ ശോകം, മോഹം, വിഘ്നം, എനിക്ക് വയസ്സായി, എനിക്കിനി ഭാഗവതം വേണ്ട, നാരായണീയം മതി, അല്ലെങ്കിൽ ഭാഗവതത്തിന് ഘനം കൂടും, എനിക്ക് എടുക്കാൻ പറ്റില്ല. എത്രയോ വലിയ ഘനമുള്ള കാര്യങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ. അതിന് നമുക്ക് ഘനം പ്രശ്നമല്ല, ഭാഗവതത്തിന് ഘനമുണ്ടെന്നാണ്. അപ്പോൾ അവരവർ നിശ്ചയിക്കണം, ഞാൻ ശോകത്തിന് അടിമപ്പെടില്ല, ഞാൻ മോഹത്തെ, അതായത് അമിത മോഹത്തെ ഞാൻ സ്വീകരിക്കുന്നില്ല, വിഘ്നങ്ങളെ മാറ്റാൻ എനിക്ക് സാധിക്കും, ഈശ്വരൻ എനിക്ക് സദ്ബുദ്ധി തന്നിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ആൾക്കാരെന്ത് ചെയ്യണം? ഈ പ്രഭാഷണം മനസ്സിലാക്കി അവരവരുടെ പേരക്കുട്ടികളെയും കുട്ടികളെയും പറഞ്ഞ് ബോധിപ്പിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥപ്പെട്ടവരാണ്. അത് എൻ്റെ റീച്ചിന് വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ടു ബി വെരി ഫ്രാങ്ക് വിത്ത് യു, എനിക്കൊന്നും ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്വന്തം തേജസ്സിനാൽ ശോകമോഹാദി ദോഷങ്ങളെ നിവാരണം ചെയ്യുന്ന ശ്രീ ഗണേശനെ, ഉത്കൃഷ്ട സത്യബ്രഹ്മസ്വരൂപനെ. ഈ ഗണേശൻ ആരാ? ഉത്കൃഷ്ട സത്യബ്രഹ്മസ്വരൂപനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഇതാണോ ആന? കേരളത്തിലെ പണ്ഡിത ശിരോമണികളായിട്ടുള്ള തന്ത്രിമുഖ്യന്മാർ ഈ ഒരു വാക്കിനെ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാപം ചെയ്യില്ല. എന്താ പാപം? അടിയോടടി പൊടിയിരിക്കഞ്ഞ് കൊടുത്ത് നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ടുള്ള ആനേനെ ഉത്കൃഷ്ട സത്യബ്രഹ്മസ്വരൂപം എന്നെങ്ങനെ പറയും? ഐ ആം സോ സോറി. അപ്പോൾ ഗണേശൻ എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മുടെ അമ്പലത്തിൽ ഗണേശന് സ്ഥാനം കൊടുത്തിട്ടുള്ളത് കന്നിമൂലയിലാണ്. അവിടെ പോയി നിങ്ങൾ കൈ കൂക്കുമ്പോൾ 2000, 3000 അല്ലെങ്കിൽ 25,000 രൂപ കൊണ്ട് അപ്പം മൂടുന്ന ഒരു വിഗ്രഹമായിട്ട് കണക്കാക്കരുത്. അതാരാണ്? ഉത്കൃഷ്ട സത്യബ്രഹ്മസ്വരൂപനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ആദിപരാശക്തി പാർവതീദേവി തൻ്റെ ശരീരത്തിലുള്ള അഴുക്കുകളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഗണേശന്. അപ്പോൾ അത് ആർക്കും മാത്രമേ സാധിക്കൂ? നിങ്ങളൊക്കെ കുളിക്കുന്നുണ്ടല്ലോ, നമ്മളൊക്കെ കുളിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിലെ അഴുക്കെടുത്തിട്ട് അല്ലെങ്കിൽ മഞ്ഞൾ പുരട്ടിയിട്ട് ആ മഞ്ഞൾ ഒരു കുട്ടിയുടെ രൂപത്തിൽ വരുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഈശ്വരനെ അനുകരിക്കുന്നത്? വാട്ട് റൈറ്റ് വി ആർ ഹാവിങ്? അപ്പോൾ ഗണേശൻ എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ട സത്യബ്രഹ്മസ്വരൂപനാണ്, സർവവിഘ്നഹരനാണ്, സർവമോഹ നിവാരകനാണ്. അപ്പോൾ ഗണപതിക്ക് തേങ്ങ എറിഞ്ഞിട്ട് നിങ്ങളുടെ മോഹങ്ങൾ പോയിട്ടില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളതിന് പാത്രമല്ല, പാത്രീഭൂതനല്ല. കാമനകളെ തിരസ്കരിക്കാതെ കണ്ട് ഗണേശൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. കാരണം ഈ ഗണേശത്വം എന്നുള്ളത് വിഷ്ണുത്വം, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലാണ് എന്ത്? ഉത്കൃഷ്ട സത്യബ്രഹ്മസ്വരൂപം എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് സരസ്വതി വന്ദനപരമായ വ്യാഖ്യാനം. സരസ്വതീനെ എന്തിനാണ് വന്ദിക്കണത്?
അന്വയ രീതിയിൽ പദച്ഛേദവും അന്വയാർത്ഥവും, അതായത് എന്താ, യാതൊന്നിൻ്റെ അന്വയം ഹേതുവായിട്ട് സ്വരാട് അഭിജ്ഞനായി വരുന്നുവോ, യാതൊന്ന് ആദികവിക്ക് ബ്രഹ്മത്തെ പ്രകാശിപ്പിച്ചുവോ, യാതൊന്നിൽ സൂര്യകൾ മോഹിക്കുന്നുവോ ദേവന്മാരെ, യാതൊന്നിൽ തേജോവാരി മൃത്തുക്കളുടെ അതായത് അഗ്നി, ജലം, ഭൂമി, മണ്ണ് എന്നുള്ള അർത്ഥത്തിൽ വിനിമയമെന്ന പോലെ ത്രിസർഗം അസത്യമോ, യാതൊന്ന് ആദ്യത്തിൻ്റെ ഇതരത്തിൽ നിന്ന് ജനിച്ചുവോ, ഇതൊക്കെ അതിൻ്റെ അന്വയ രീതിയാണ് പറഞ്ഞത്. യാതൊന്ന് സ്വന്തമായ തേജസ്സിനാൽ അർത്ഥങ്ങളിൽ എപ്പോഴും നിരസിക്കപ്പെട്ട ഗുഹത്തോടുകൂടിയതോ, ആ പരമമായ സത്യത്തെ ഞങ്ങൾ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു. മനസ്സുകൊണ്ട് ധ്യാനിക്കാൻ സാധിച്ചാൽ മനസ്സ് കുരങ്ങ് ചാടണ കൂട്ടത്തിൽ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ചാടില്ല. വളരെ ശ്രദ്ധിച്ച് പറയണം, കേൾക്കണം. ഇപ്പോൾ മനസ്സുകൊണ്ട് ധ്യാനിക്കണം. മനസ്സ് നമ്മൾ കൈ കൂപ്പിയിട്ട് 4 ഭാഗത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഈശ്വരീയതയെ ധ്യാനിക്കണം മനസ്സുകൊണ്ട്. അപ്പോൾ മനസ്സ് പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഈശ്വരൻ്റെ പാതാരവിന്ദത്തിൽ വെക്കണം പറഞ്ഞാൽ എങ്ങനെ പട്ടാമ്പി സാറേ, ഗുരുവായൂർ അമ്പലത്തിൽ നമുക്ക് പ്രവേശനമില്ലല്ലോ ശ്രീലകത്തേക്ക്. അപ്പോൾ വിഗ്രഹത്തിൻ്റെ പാതാരവിന്ദം എന്നല്ല പറഞ്ഞത്. വിഗ്രഹത്തിൻ്റെ പാതാരവിന്ദം എത്ര പ്രാവശ്യം നമ്മൾ തൊട്ട് തലയിൽ വെച്ചിട്ടും കാര്യമില്ല. ചിത്തത്തിലാണ് ചൈതന്യം ഇരിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് ചിത്തത്തിൽ ഒതുക്കിയാൽ മതി. അപ്പം ഭഗവാന്റെ രൂപം അതിലിരുന്നു, അതിനെ ധ്യാനിച്ചാൽ മതി. ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്ത മോഹങ്ങളെ തിരസ്കരിക്കുക. അതുകൊണ്ട് നമുക്ക് ദോഷം വരില്ല, ഗുണം മാത്രമേ വരുള്ളൂ. സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്ന് എഴുതിയിട്ട് മദ്യപാനം ശരീരത്തിന് ദോഷമാണെന്ന് അറിഞ്ഞിട്ടും മദ്യപാനവും സിഗരറ്റ് വലിയും ചെയ്യുന്ന ഒരാൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യമില്ല. 200 കോടിയുടെ അല്ല, 2000 കോടി രൂപയുടെ രത്നങ്ങൾ പതിച്ച കൃഷ്ണവിഗ്രഹമായിട്ടും കാര്യമില്ല. ഇതാണ് സത്യം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ആ പരമമായ സത്യത്തെ മനസ്സുകൊണ്ട്, പരമമായ സത്യത്തെ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു. ഇതാണ് അതിൻ്റെ വാക്കാർത്ഥം. അപ്പോൾ ഇതിൻ്റെ പദാർത്ഥം ഉണ്ട്. പദാർത്ഥം എന്താ പറയണത്? യാതൊരു സാരസ്വതമായ ജ്യോതിസ് ചേർച്ച കൊണ്ട് ദരിദ്രൻ അല്ലെങ്കിൽ സ്വരജ്ഞാനമുള്ളവൻ, ദരിദ്രൻ അല്ലെങ്കിൽ സ്വരജ്ഞാനമുള്ളവൻ എന്താ അതിനർത്ഥം? സമ്പത്തില്ലെങ്കിലും സ്വരജ്ഞാനം ഉണ്ടായാൽ മതി, അവൻ രക്ഷപ്പെടും. സർവത്ര സർവരെയും നിയോഗിക്കുന്നവൻ, സർവത്ര എല്ലാ സ്ഥലത്തും സർവരെയും നിയോഗിക്കുന്നവൻ ആരാ? ജഗദീശ്വരൻ, ഞാനും നിങ്ങളുമല്ല. അപ്പോൾ അല്ലെങ്കിൽ നാരദൻ എന്നും പറയും. ബൃഹസ്പതി, ആദികവി ആരാ? ബൃഹസ്പതി. ജ്ഞാനം, അഗ്നി, ജലം, ഒന്നിനെ മറ്റൊന്നായിട്ട് അറിയുന്നതായ വിപരീത ജ്ഞാനം, അതിൻ്റെ മൂന്നിൻ്റെ സ്ഥിതി, അതായത് അസത്യം ഇല്ലാത്തതെന്നർത്ഥം. ആദ്യം എന്ന് പറഞ്ഞാൽ ആദിയിലുണ്ടായവൻ, ബ്രഹ്മൻ എന്നർത്ഥം പറയണം. എന്നിട്ട് മുഖം ചന്ദ്രന് തരംതിരിച്ചത്, ചന്ദ്രനെ അതിക്രമിച്ചത്, ചന്ദ്രനേക്കാൾ സൗന്ദര്യമുള്ള മുഖം. എല്ലാവരും ചന്ദ്രനെയാണ് ഏറ്റവും പ്രശോഭമായിട്ടുള്ള മുഖം എന്ന് പറയാം. ഇവിടെ ചന്ദ്രൻ്റെ സൗന്ദര്യത്തേക്കാൾ അതിക്രമിച്ചവനായിട്ടുള്ളവൻ അതാരാ? സ്വന്തമായ തേജസ്. ചന്ദ്രനേക്കാൾ സൗന്ദര്യം ആർക്കുള്ളത്? എന്നിലും നിങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ആത്മാവിനാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എനിക്കും നിങ്ങൾക്കാണ് ഏറ്റവും സൗന്ദര്യമുള്ള മുഖം. അതായത് തനിക്ക് തൻകുഞ്ഞ് എന്താ പറയാം, അതെ, തൻകുഞ്ഞ് അല്ലേ, തൻ്റെ കുട്ടി കറുത്തതാണെങ്കിലും അവരവർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ പറ്റുമോ? കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, ഓ സോറി അത് മറന്നു ഞാൻ,
കാക്കയ്ക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞ്. അപ്പം ഇവിടെ കളറല്ല, ആത്മാവിൻ്റെ എന്താണെന്ന് പറയുക, ആത്മാവിൻ്റെ ദിവ്യത. ആത്മാവ് സർവത്രയാണ്, സർവജ്ഞനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവ് കറുത്ത സ്ത്രീയിലാണെങ്കിലും നമുക്ക് മരുമകളായിട്ട് കൊണ്ടുവരുന്നതിൽ താല്പര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. അത് അനുവർത്തിക്കാത്തവർ ഭാഗവതം പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഗണപതിനെ കുമ്പിട്ടിട്ട് കാര്യമില്ല. ഒരു പുരുഷൻ അച്ഛനായിട്ട് ഒരു സ്ത്രീ അമ്മയായിട്ട് മരുമകളെ കർത്തതാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ ഭാഗവതം വായിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വാശി പിടിക്കുന്നത്, ഈ സബ്ജക്റ്റ് എപ്പോൾ പഠിക്കണം? 8, 10, 12 നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കാറാവുന്നതിൻ്റെ മുമ്പേ ഈ സത്യവസ്തുക്കളെ നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്ക് അപകടം വരില്ല. എനിക്കറിയില്ല നിങ്ങൾക്കിത് നിങ്ങൾ വേണ്ട വയ്ക്കുന്ന തോന്നണത് എനിക്ക്. ആര് ഈ സബ്ജക്റ്റ് എന്നാ ഇനി വേണ്ട, രാജേട്ടൻ വെറുതെ നമ്മളെ അതെന്ന് വിചാരിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. അപ്പം എന്താ പറഞ്ഞത് ഇവിടെ? അതിൻ്റെ സാരം പറയണു, യാതൊരു സാരസ്വതമായ വെളിച്ചം ഹൃദയത്തിൽ പ്രകാശിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഏറ്റവും വലിയ സെർച്ച് ലൈറ്റ് എവിടെയാ? അവരവരുടെ ഹൃദയത്തിലാണ്. ഇതാണ് പറഞ്ഞത്. യാതൊരു സാരസ്വതം, അതായത് സാരങ്ങളിൽ സത്തായിട്ടുള്ളത് എന്നാണ് സാരസ്വത ഘൃതം. സരസ്വതി എന്നുള്ള അർത്ഥത്തിലാണത്. അപ്പോൾ സാരസ്വതമായ വെളിച്ചം ഹൃദയത്തിൽ പ്രകാശിക്കുന്നത് കൊണ്ട് ധനാദികളായ ബാഹ്യസാധനങ്ങൾ ഒന്നുമില്ലാത്ത ദരിദ്രനായിരുന്നാൽ കൂടി, അതാണ് ഞാൻ പറഞ്ഞത്, ദരിദ്രനായതുകൊണ്ട് കുഴപ്പമില്ല. ആത്മവീരുള്ളവൻ സമ്പന്നനേക്കാൾ വലുതാണ്. എന്തിനാണ് അംബാനി കാശ് ചെലവാക്കി ഗുരുവായൂരിൽ വന്ന് തൊഴണത്? അദ്ദേഹത്തിനെ ഭാഗവതം പഠിപ്പിക്കാൻ പറ്റിയ ആൾക്കാരില്ലാത്തത് കൊണ്ട്. ഞാനങ്ങനെ പറയുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ യാതൊരു സാരസ്വതമായ വെളിച്ചം ഹൃദയത്തിൽ പ്രകാശിക്കുന്നതുകൊണ്ട് ധനാദികളായ ബാഹ്യസാധനങ്ങൾ. അപ്പോൾ ധനം എന്നുള്ളത് എന്താ? ബാഹ്യമാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, വിദ്യ എവിടെ ഇരിക്കുന്നത്? ബാഹ്യമാണോ? അല്ല, വിദ്യ ഇരിക്കുന്നത് ഉള്ളിലാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ളതാണ് ഏറ്റവും ഉപയോഗപ്പെടുക. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ് നമ്മൾക്ക് ഉപയോഗപ്പെടുക, പുറത്തുള്ളതല്ല. കടിച്ചതിനെക്കാട്ടിലും വലുതാ മടയലെന്ന് പറഞ്ഞ മാതിരിയായില്ലേ ഹരിദാസ്? ഇതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് മാഹാത്മ്യം പറയണ്ട എന്ന് ഒരു പറ്റം ഭൂരിപക്ഷം ആൾക്കാരും തീരുമാനിക്കുകയാണ്. ഞാൻ അതിൽ പെടില്ല. കാരണം എൻ്റെ ഗുരുനാഥൻ, എൻ്റെ അച്ഛൻ രംഗയ്യർ, എൻ്റെ ഗുരുനാഥൻ ചെറുശ്ശേരിലാർ കരുണാകരൻ പിള്ളയാണ്. അദ്ദേഹം ആഗ്രഹിച്ചതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എന്നോട് എന്താ പറഞ്ഞത്? നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സിന് ബാധ്യതയാവരുത്. അത് അവരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. ഇനി ചിലപ്പോൾ നമ്മളെ നേരിട്ട് ശകാരിച്ചോട്ടെ, നമുക്ക് പ്രശ്നമില്ല. സത്യവസ്തുവിൻ്റെ പിന്നാലെ പോവാം. അപ്പോൾ ബാഹ്യസാധനങ്ങളൊന്നുമില്ലാത്ത ദരിദ്രനായിരുന്നാൽ കൂടെ സർവജ്ഞനായി ഭവിക്കുന്നതിനാൽ മറ്റു ജനങ്ങളെ കർത്തവ്യകർമ്മങ്ങളിൽ നിഷ്കർഷിച്ചു പ്രവർത്തിപ്പിക്കുവാൻ തക്കവിധം മാഹാത്മ്യമുള്ളവനായി വരുന്നുവോ? ഞാൻ അതിൽ സന്തോഷിക്കണം. എവിടെയോ കിടക്കുന്ന നിങ്ങൾക്ക് സത്യവസ്തുവിനെ പറ്റിയിട്ടുള്ളൊരു ബോധം ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ എത്ര സമയം ചെലവഴിക്കുന്നുണ്ടോ അത് എൻ്റെ കർത്തവ്യമായിട്ട് ഞാൻ കരുതണു. അപ്പോൾ അഥവാ യാതൊരു സാരസ്വത തത്വപ്രകാശത്താൽ നാരദമുനി സ്വരജ്ഞാനവാനായി ഭവിച്ചുവോ? ഈ നാരായണ നാരായണ എന്നുള്ള 4 അക്ഷരം അദ്ദേഹം സ്വരജ്ഞാനം കൊണ്ട് ആലപിക്കുകയാണ് മഹതി എന്ന വീണയിൽ. അപ്പം മഹതി എന്നുള്ള വീണയുടെ മഹതി എന്ന് പറഞ്ഞാൽ മഹിമാൻ. അതെവിടെ? തലയിലാണോ, ചെവിയിലാണോ, മൂക്കിലാണോ? അല്ല, ഹൃദയത്തിലാണ്. അപ്പോൾ ഹൃദയമാവുന്ന വീണയിൽ തമ്പുരു നീട്ടിയെന്നാ അല്ലേ ഏതോ വിവരമുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആ ഹൃദയത്തിലാണ് സ്നേഹം പൊടിയണത്.
പുറത്തല്ല. പട്ടുസാരിയൊക്കെ മിനുസപ്പെടുത്തണമല്ല, എൻ്റെ ഹൃദയം. ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കണം. അപ്പോൾ സ്വരജ്ഞാനവാനായി ഭവിച്ചുവോ, ഏതൊരു ജ്ഞാനത്തെ ശാസ്ത്രങ്ങളിൽ ബഹുവിധം, അറിവിനെ ഒരു വിധത്തിലല്ല പറഞ്ഞത്, ബഹുവിധത്തിൽ ബ്രാഹ്മണരെ പറയണം, ബഹുവിധത്തിൽ. അപ്പോൾ വിദ്വാൻമാർ കൂടെ ദ്വൈതമോ അദ്വൈതമോ സത്യം എന്ന് നിർണയിപ്പാൻ കഴിയാതെ ഭ്രമിക്കണു. അദ്വൈതാണോ ശരി, ദ്വൈതാണോ ശരി എന്ന് വിദ്വാൻമാർക്ക് കൂടി, പഠിപ്പുള്ള വിദ്വാൻമാർക്ക് കൂടി സാധിക്കണില്ല. ഐ ആം സോ ഹാപ്പി. ഞാൻ ഈ മൂലം പറയണമെന്ന് ഷാഠ്യം പിടിച്ച, എന്താ പറയുക, എൻ്റെ ജാതകം എഴുതിയ ആളുടെ മൂന്നാമത്തെ മരുമകൾ, അവരോടുള്ള എനിക്കുള്ളൊരു ബഹുമാനം. കാരണം ഇതിങ്ങനെ ഉറങ്ങിക്കിടക്കില്ലേ, ഞാൻ പഠിച്ചു. ഇത് ഇനി ഞാൻ വിചാരിച്ചില്ല, യൂട്യൂബ് പറയണമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാൻ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കുകയാണോ, സാരമില്ല. അപ്പം ഇങ്ങനൊരു സന്ദർഭം തന്നതിന് ഞാൻ ബാബു എന്ന് സ്നേഹം കൊണ്ട് വിളിക്കുന്ന ബാബു പണിക്കരുടെ ഭാര്യയ്ക്ക് നമോവാകുന്ന, ഞാൻ അത്രേ പറയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ, ജ്ഞാനത്തെ, ഏതൊരു ജ്ഞാനത്തെ, അറിവിനെ ശാസ്ത്രങ്ങളിൽ ബഹുവിധത്തിൽ പറയുന്നത് കൊണ്ട് വിദ്വാൻമാർ കൂടെ ദ്വൈതമോ അദ്വൈതമോ സത്യം എന്ന് നിർണയിപ്പാൻ കഴിയാതെ ഭ്രമിക്കുന്നുവോ, അത്ര വിഷമമായ ജ്ഞാനത്തിൻ്റെ. അപ്പോൾ ഇതിൽ കൈ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അസാമാന്യ ധൈര്യം വേണം, അസാമാന്യ ധൈര്യമാണ്. ശ്രദ്ധവാൻ ലഭതേ കാര്യം, ധൈര്യവാൻ ലഭതേ കാര്യം. ധൈര്യമില്ലാത്തവന്, തൻ്റെ കുട്ടി വെള്ളത്തിൽ വീണു, ചാടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ധൈര്യം വേണം. അപ്പോൾ ഈ ഉത്സാഹം എന്നുള്ളത് ഏതിനോടൊപ്പം നിൽക്കും, ധൈര്യത്തിനൊപ്പം നിൽക്കും. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉള്ള രീതിയിൽ ജീവിക്കണമെങ്കിൽ ധൈര്യം വേണം, അല്ലേ? നമ്മൾ ആർക്കാ ആൻസറബിൾ? ദൈവത്തിന്. എൻ്റെ ഒന്നുമില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഈശ്വരൻ എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ആധ്യാത്മിക ബാങ്ക് ഫുള്ളാണ് അക്കൗണ്ടിൽ. പക്ഷേ ലൗകിക ബാങ്കിലൊന്നുമില്ല, അത് സത്യമാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് എനിക്കിപ്പോൾ സമാധാനം എന്താ, ആരാ ദരിദ്രൻ എന്ന് പറഞ്ഞു? ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആശയവിനിമയം ചെയ്യാൻ കഴിയാത്തവനാണ്, ബാഹ്യവസ്തുക്കളില്ലാത്തവനെയാണ് ദരിദ്രൻ എന്ന് പറഞ്ഞത്. ഞാൻ ദരിദ്രനല്ല, ഞാൻ സമ്പന്നനാണ്. അതിലാണ് എനിക്ക് സന്തോഷം. ഞാൻ കൂടുതലൊന്നും പറയില്ല. അപ്പോൾ ഇവിടെ എന്തായി, അത്ര വിഷമമായ ജ്ഞാനത്തിൻ്റെ, അദ്വൈത തത്വത്തിൻ്റെ വിഷമമായ ജ്ഞാനത്തിനാണ് അദ്വൈത തത്വം എന്ന് പറയുന്നത്. നിർണയം ബൃഹസ്പതിക്ക് യാതൊന്ന് പ്രകാശിപ്പിച്ചുവോ? നിർണയം, ഉറപ്പ്, അല്ലേ? ബൃഹസ്പതിക്ക് പ്രകാശിപ്പിച്ചു. ഏത്? താത്വിക ചിന്തകൾ. യാതൊന്നിനെ ധ്യാനിക്കുന്നവർക്ക്, ഏതിനെ? തത്വശാസ്ത്രങ്ങളെ ധ്യാനിക്കുന്നവർക്ക് അഗ്നി, ജലം, ഭൂമി എന്നിവയിൽ വിപരീത ജ്ഞാനം ഏതുവിധം സംഭവിക്കുകയില്ലയോ? അഗ്നിനെ തൊട്ടിട്ടത് ജലം എന്ന് പറയില്ലല്ലോ, ജലത്തിനെ തൊട്ടിട്ടത് അഗ്നിയെന്നും പറയില്ലല്ലോ, വിപരീത ജ്ഞാനം. അപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയാം. ചിലപ്പോൾ ഈശ്വരൻ എനിക്ക് മൂലം ഭാഗവതം സപ്താഹം ഞാൻ 2001 ചെയ്തു, പക്ഷെ അന്ന് എനിക്ക് ഇത്ര വിജ്ഞാനമില്ല, അത് ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ വായിച്ചിട്ടുണ്ട്. അതൊക്കെ പറയാനൊരു പരിപക്വത അവസ്ഥ വന്നപ്പോഴാവും മിസ്സിസ് ബാബുവിനെ കൊണ്ട് എന്നോട് ഷാഠ്യം പിടിപ്പിച്ചിട്ടുണ്ടാവുക ഭഗവാൻ. അതാണ് എൻ്റെ കൺഫെഷൻ, സത്യമാണത്. എൻ്റെ ബോംബെയിലുള്ള ചേച്ചി പറയും, സാറ് ആദ്യം ക്ലാസ് എടുക്കണതും ഇപ്പോൾ ക്ലാസ് എടുക്കണതും കൂടി, അല്ലെങ്കിൽ ഇത് പറഞ്ഞും കൂടി എത്ര വ്യത്യാസമുണ്ട്. ശരിയാണ്. അന്ന് ഞാൻ LKGയിലാണ്, 47ാമത്തെ വയസ്സിൽ. എല്ലാവരും 3-4 വയസ്സിൽ KGയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഞാൻ 47ാമത്തെ വയസ്സിലാണ് ഭാഗവതമാകുന്ന കോളേജിൽ LKGയിൽ പ്രവേശിച്ചത്. അപ്പോൾ 95 അത്. അപ്പോൾ 95 വിട്ടിട്ട് 2024 ആകുമ്പോൾ
കഷ്ടൊരു അല്ലേ, എത്ര 24 5 29 വർഷം പഠിച്ചു ഞാൻ. 29 വർഷം പഠിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി പറയാറായി. അത് ഭഗവാൻ മനസ്സിലാക്കി. അത് ഭഗവാൻ ആ മിസ്സിസ് ബാബുവിനോട് പറഞ്ഞു, ഓക്കെ ഗോ ആൻഡ് ബ്രേക്ക് യുവർ ഹെഡ് ഓൺ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അങ്ങനെയാണ്. ആ കുട്ടി ശാന്തിയായിട്ട് പറഞ്ഞു, പറ്റില്ല പറ്റില്ല പറ്റില്ല. അപ്പോൾ എന്തായി, ഏത് വിധം സംഭവിക്കില്ല, എന്ത് വിപരീത ജ്ഞാനം ഏത് വിധം സംഭവിക്കില്ലയോ അതുപോലെ ജാഡ്യം, അസ്മൃതി, ജാട എന്നൊരു വാക്കുണ്ട്, ജാട. ഇതൊക്കെ അവരുടെ ജാടയാണെന്ന് പറയും. അതിനാണ് ജാഡ്യം എന്ന് പറയുന്നത്. ജാഡ്യം സ്മൃതിയല്ല, അസ്മൃതി, സ്മരണ ഇല്ലായ്മ. അസ്ഫൂർത്തി, അതിന് അസ്ഫൂർത്തി എന്ന് പറഞ്ഞാൽ ജഡത. ആ ജാഡ്യം എന്നുള്ളതിൻ്റെ വേറൊരു വക ജഡത. മറവി, പ്രകാശമില്ലായ്മ എന്ന് 3 ദോഷപദാർത്ഥങ്ങൾ സംബന്ധിച്ചുണ്ടാകയില്ലയോ. ഭാഗവതം പഠിച്ചാൽ എന്തുണ്ടാവില്ല? മറവി ഉണ്ടാവില്ല, പ്രകാശമില്ലായ്മ ഉണ്ടാവില്ല, ജഡത ഉണ്ടാവില്ല, അസ്മൃതി ഉണ്ടാവില്ല. ഇപ്പം ഇതൊക്കെ നമുക്കുണ്ട്. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് കഴിച്ചത് കൊണ്ട് പ്രകാശം ഉണ്ടാവുമോ? എനിക്കറിയില്ല. ഇല്ല, എനിക്കറിയില്ല. പ്രകാശം ഉണ്ടാവില്ല. ജാഡ്യത മാറില്ല, ഓർമ്മയില്ലായ്മ. അപ്പോൾ ഇവിടെ ജഡത, മറവി, പ്രകാശം, അസ്ഫൂർത്തി എന്ന് പറഞ്ഞ 3 അർത്ഥം ഉണ്ടെന്നാ. എന്ന 3 ദോഷം പദാർത്ഥങ്ങളെ സംബന്ധിച്ചുണ്ടാകില്ലയോ. ചന്ദ്രനേക്കാൾ സൗന്ദര്യമുള്ള ബ്രഹ്മമുഖത്തിൽ നിന്ന് യാതൊന്നുണ്ടായോ? സ്വപ്രകാശത്താൽ തന്നെ മുൻപറഞ്ഞ ജാഡ്യാദി ദോഷങ്ങളെ നശിപ്പിക്കുന്നതും. സ്വപ്രകാശം ബ്രഹ്മാദിദേവന്മാർ കൂടെ സേവിക്കപ്പെടുവാൻ യോഗ്യവും ഭൂതം, വർത്തമാനം, ഭാവി എന്ന 3 കാലത്തിലും ഉള്ളതുമായ സാരസ്വത ജ്യോതിസിനെ ഞങ്ങൾ ഹൃദയത്താൽ ധ്യാനിക്കുന്നു. അപ്പോൾ സരസ്വതി എന്ന് പറഞ്ഞാൽ എന്താ? ജ്യോതിസാണ്. ഈ ജ്യോതിസ് എവിടെ ഇരിക്കണത്? ബാലാഗ്ര ശതവാഗസ് വിസ്തരസ് ഏകോ ജീവ ഉള്ളിൽ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഈ ജ്യോതിസ്, സാരസ്വത ജ്യോതിസ് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഈ നാവിന് രസാനുഭൂതി ഉണ്ടാവുമോ? സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുമോ? സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണത്? നാവ് കൂടെ നക്കിയിട്ടല്ല, അടുത്തുവാ സംസാരം കൊണ്ട്. സംസാരിക്കാൻ എന്ത് വേണം? നാവ് വേണം. എന്തൊരു ഭാവനയാണ്, ആലോചിച്ച് നോക്കൂ. ഈ ഭാവന വിട്ടിട്ട് നമ്മൾ കാണുന്ന സ്ഥലത്തൊക്കെ മണ്ടമുട്ടി, കാണുന്ന സ്ഥലത്തൊക്കെ ഹുണ്ടിയിൽ പൈസ ഇട്ടിട്ട് ജീവിതം ഒന്നിനും കൊള്ളാതെ കൊണ്ടാക്കിയല്ലേ നമ്മൾ ചെയ്യുന്നത്. സത്യത്തിൽ സപ്താഹം എന്നുള്ള പേരിൽ എന്തൊക്കെ കോപ്പറേറ്റീവറ കാണിക്കുന്നത്. നാദസ്വരം വേണം, എവിടെ എഴുതിയുന്നത് നാദസ്വരം വേണമെന്ന്? രുക്മിണി സ്വയംവരത്തിന്. ടു മച്ച്. അപ്പോൾ ഇവിടെ സാരസ്വത ജ്യോതിസിനെ ഞങ്ങൾ ഹൃദയത്താൽ ധ്യാനിക്കുന്നു. അതാണ് സരസ്വതി. അപ്പോൾ ഇവിടെ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നർത്ഥം. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ജ്ഞാനം എന്നർത്ഥം. അതെവിടെ എഴുതിയണത്? മേദിനി നിഘണ്ടുവിൽ. മേദിനി നിഘണ്ടു ഗൂഗിളിൽ അടിച്ചു നോക്കി കിട്ടുമെന്നുള്ളത്. സംസ്കൃതത്തിന് ഏകാക്ഷര നിഘണ്ടു പറഞ്ഞിട്ടൊന്നുണ്ട്, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മേദിനി നിഘണ്ടുവിൽ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ അർത്ഥം എന്താ? ജ്ഞാനെന്നാ. അപ്പോൾ ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോൾ എനിക്ക് അറിവുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഈശ്വരീയതയെപ്പറ്റി, ഈശ്വരനെ പറ്റി എന്ന് പറയരുത്, ഈശ്വരീയതയെപ്പറ്റി, ടു ബി കൈൻഡ് ടു ആൾ, അതിനെപ്പറ്റി എനിക്ക് അറിവുണ്ടെന്നേ പറയുള്ളൂ. അപ്പോൾ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നർത്ഥം. മേദിനി നീണ്ടൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മതത്വേ തപോഭേദേ നദ്വയോ പുംസി വേദസി ഋത്തിഗ്രോ ഘപിതോ വിപ്രേ ജ്ഞാനേ വേദേ ച ഭൂമനി.
എന്നൊരു പ്രമാണം ഇവിടെ പറഞ്ഞു. എന്താ? ബൃഹസ്പതിക്ക് സരസ്വതി ജ്ഞാനം ഉപദേശിച്ചുവെന്ന്. ബൃഹസ്പതിക്ക് സരസ്വതി ജ്ഞാനം ഉപദേശിച്ചുവെന്ന് ദത്തം തേ നിർമ്മലം ജ്ഞാനം കും അധിത്വം സകാരകം എന്ന് ബൃഹസ്പതിയോട് സരസ്വതി ദേവി പറയുന്നതായിട്ട് സ്കന്ദപുരാണം ഈ 18 പുരാണങ്ങളിൽ വെച്ചിട്ട് കൂടുതൽ വലുപ്പമുള്ളത് സ്കന്ദപുരാണമാണ്. ദർ ആർ 4 വോള്യൂംസ്. 41 ദിവസം കൊണ്ടാണ് അത് വായിച്ചു തീർക്കുക യജ്ഞവേദിയിൽ. എത്ര? 41. 7 ദിവസം കൊണ്ടുണ്ട്. അത് ചെറിയൊരു ഗ്രന്ഥം. അത് ഏതുമാതിരി എന്ന് ചോദിച്ചാൽ 1.25 ലക്ഷം ശ്ലോകങ്ങളാണ് ശ്രീമദ് മഹാഭാരതത്തിൽ. ഞാൻ വായിച്ചു പഠിച്ചു, നിവർത്തില്ല, പിടിച്ചു നിൽക്കണ്ട ജീവിതത്തിൽ. അത് തന്നെ ഭാഷാപിതാവായിരിക്കുന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ ഒരു 800-850 പേജിൽ ചുരുക്കി എഴുതിയിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ അതേപോലെ സ്കന്ദപുരാണത്തിൽ കാണുന്നുണ്ട്, സരസ്വതി ധ്യാനത്താൽ ജാഠ്യാദി 3 ദോഷങ്ങൾ നശിക്കുമെന്ന് പറഞ്ഞു. സരസ്വതിനെ ധ്യാനിച്ചാൽ 3 ദോഷങ്ങൾ. ഏത്? ഈ മോഹം, പിന്നെ എന്താണെന്നാ പറയുക, പിന്നെ വിഘ്നം, ശോകം. മനസ്സിലായോ? ഇത് പുതിയ പുസ്തകമാണ്, ഈ 8 വോളിയുള്ളത്. അത് പണ്ട് ആദ്യം പഠിക്കണേൽ ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഇവിടെ ശോകം, മോഹം, വിഘ്നം, ഈ ദോഷങ്ങൾ ഉണ്ടാവില്ല സരസ്വതി ദേവീനെ. അപ്പോൾ അസ്ഫൂർത്തി സ്മൃതിജാഢ്യാനി നശ്യന്തി യത് വിചിന്തനാത് താം ദേവീം ശാരദാം വന്ദേ സദാ സുരവരാർച്ചിത. ദേവന്മാരാൽ അർച്ചിക്കപ്പെടുന്ന സരസ്വതി എന്ന അർത്ഥം പറഞ്ഞത്. എന്ന പ്രമാണപ്രകാരം ഇതരത്തിൽ നിന്ന്, അതായത് മുഖത്തിൽ നിന്ന് എന്നർത്ഥം എഴുതി. ഇതരം എന്ന് പറഞ്ഞാൽ മുഖത്തിൽ നിന്ന് അർത്ഥം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഈ കാമയെ കാമാനായാം ച ചന്ദ്രേ സദാം ബാധിഷു തഥ എന്ന കോശാനുസരണം ചന്ദ്രനെ അതിക്രമിക്കുന്ന സൗന്ദര്യമുള്ള അവയവം മുഖം എന്ന് കൽപ്പിച്ചിട്ടാകുന്നു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്ന് സരസ്വതി ഉണ്ടായെന്ന് കാണിച്ചു. അപ്പോൾ സരസ്വതി എവിടെ നിന്നാണ് ഉണ്ടായത്? ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്ന്. ആസ്യാദ്വാഗ് മുഖത്തിൽ നിന്ന് വാക്കുണ്ടായി എന്ന് ഭാഗവതം 3-ാം സ്കന്ധത്തിൽ പറയുന്നു. സദാസത്യം എന്നതിന് നിത്യസിദ്ധാം ബ്രഹ്മരൂപാം വന്ദേ ദേവീം സരസ്വതി. സദാസത്യം എന്ന് പറഞ്ഞാൽ എന്താ? നിത്യസിദ്ധാം, സിദ്ധിക്കുക, നിത്യേന സിദ്ധിക്കുക. എന്ത്? ബ്രഹ്മരൂപാം വന്ദേ ദേവീം സരസ്വതി എന്നുള്ള ബ്രഹ്മസ്തുതി തന്നെ പ്രമാണം. പരതത്വമാണ് സാരസ്വത തത്വമെന്നതിന്. പരതത്വം എന്ന് പറഞ്ഞാൽ എന്താ? പരമമായ ഈശ്വരൻ എന്ന് പറഞ്ഞ മാതിരി തത്വത്തിൽ പരമമായിട്ടുള്ളത് എന്താ? ഈശ്വരതത്വം. അതാണ് ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതും. ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതാണ് ഭാഗവതം. ഭാഗവതല്ല, ഭാഗവതത്തിൽ ഭഗവാനെ കൊല്ലല്ല ചെയ്യുന്നത്. അപ്പോൾ പരതത്വമാണ് സാരസ്വത തത്വം എന്നതിന് യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃദേവൈ സദാ വന്ദിത സാമാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. എന്താ പ്രമാണം? സാക്ഷാൽ മഹാവിഷ്ണുവും പരമശിവനും ബ്രഹ്മാവും ആരെ നമസ്കരിക്കണു? സരസ്വതിനെ നമസ്കരിക്കണമെന്ന്. അതായത് സത്യത്തിനെ, അറിവിനെ എന്നർത്ഥം. എന്ന സംഹിതാവചനം പ്രമാണം. ജ്ഞാനത്തെയും തദ്വാര മോക്ഷത്തെയും നൽകുന്നത് സരസ്വതി ദേവിയാണെന്നതിന് മോക്ഷതേ മുക്തിമാർഗേ. അപ്പോൾ സരസ്വതി ഇല്ലാണ്ട്, വിഘ്നേശ്വരൻ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. ഇതൊക്കെ എവിടെ ആളെ ചോദിച്ചാൽ ഉള്ളിലാണ്. ഇനി അല്ലാണ്ട് സരസ്വതി ക്ഷേത്രം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അവരവരുടെ ഉള്ളിലുള്ള ചൈതന്യമാണ് ഇതൊക്കെ എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ സരസ്വതി ദേവി വാക്കിൻ്റെ അധിഷ്ഠാന ദേവയായതുകൊണ്ട് ശ്രദ്ധിക്കണം. അവിടെ ഒന്നുകൂടി പറയാനുണ്ട്. മോക്ഷതേ മുക്തിമാർഗേ എന്നുള്ള രുദ്രയാമളോക്തി തന്നെ പ്രമാണം.
സരസ്വതി ദേവി വാക്കിൻ്റെ അധിഷ്ഠാന ദേവതയാണ്. അപ്പോൾ അറിവിൻ്റെ അധിഷ്ഠാന ദേവത ആരാ? ശിവനാണ്. അതിനാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുക. ദക്ഷിണാമൂർത്തി, ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൺ, ഓങ്ങല്ലൂർ അടുത്ത് കടപ്പുറമ്പത്ത് കാവിനടുത്ത്, പേര് മറന്നു, ചെങ്ങണംകുന്ന് ഭഗവതി ക്ഷേത്രം. ചെങ്ങണംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ദക്ഷിണാമൂർത്തി ഉണ്ട്. ആർക്കും അറിയില്ല. അവിടെ ആരും തൊഴാറും എല്ലാവരും അങ്ങനെ പോകും. കാരണം ഇതൊരു ശിവലിംഗം മാതിരി ദക്ഷിണാമൂർത്തി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന്, ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൻ. അപ്പോൾ എന്താ പറഞ്ഞത്? സരസ്വതി ദേവി വാക്കിൻ്റെ അധിഷ്ഠാന ദേവതയാണ്. അപ്പോൾ അറിവിൻ്റെ ശിവനാണ് സദാസമയത്തും ഒരു കാല് മടക്കി വെച്ച് ഒരു കാല് തൂക്കിയിട്ട് മടക്കി വെച്ച തൃത്തുടയിൽ പരമേശ്വരി പാർവതി ദേവിയെ ആലിംഗനം ചെയ്ത് ഇട്ടാണ് ഋഷിമാർക്ക് ഉപദേശം കൊടുക്കുന്നത്. അതുകൊണ്ട് അതേമാതിരി ഇവിടെ തിരുമറ്റക്കോട് ദക്ഷിണാമൂർത്തി ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ വാക്കിൻ്റെ അധിഷ്ഠാന ദേവയായതുകൊണ്ട് ഗ്രന്ഥാരംഭത്തിൽ ചെയ്യുന്ന സരസ്വതി ധ്യാനം വാക്സമ്പത്തിക്ക് കാരണമാകയാൽ സരസ്വതീപരമായ മംഗളാചരണം സമുചിതം തന്നെയെന്ന് ശ്രീ വംശീധര പണ്ഡിതവര്യൻ സമർത്ഥിച്ചിരിക്കണം. വംശീധര വ്യാഖ്യാനം അതിവിസ്തൃതമാകയാൽ ഇവിടെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടെ കഴിഞ്ഞു. 4 ദിവസം കൊണ്ട് ഒരു ആവറേജ് 50 മിനിറ്റ്സ് 200 മിനിറ്റ് കൊണ്ടാണ് ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഒപ്പിച്ചത് ഞാൻ, മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് നാളെ പറയാം. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് 2 പറഞ്ഞത്, മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.